നമസ്കാരം. ഹെറോയിൻ ലായനിയിൽ മുക്കിയ നൂലുകൾ ലഹരിക്കടത്തിലെ പുതിയ രീതിയാണെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ, UAE വഴി റോക്ക് സാൾട്ട്, ടാൽക്കം പൗഡർ എന്നിവയിൽ കലർത്തി ഹെറോയിൻ കടത്തുന്നതായും റിപ്പോർട്ടിലുണ്ട്. DRIയും കസ്റ്റംസും 2022-23 പിടികൂടിയ കള്ളക്കടത്തു കേസുകളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട്. കണ്ടെയ്നറുകളുടെ വശങ്ങളിലെ അറകളിൽ ഹെറോയിൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഒളിപ്പിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കരിയും മറ്റു ചില വസ്തുക്കളുമായി ചേർത്ത് കൊക്കെയിൻ നിറം മാറ്റി ബ്ലാക്ക് കൊക്കെയിനാക്കി കടത്തുന്നുണ്ട്. പിന്നീട് ചില ജൈവലായനികൾ ചേർത്ത് കൊക്കെയിൻ വേർതിരിച്ചെടുക്കും. ദ്രാവക കൊക്കെയിൻ വിദേശ മദ്യമെന്ന പേരിൽ പ്രശസ്ത ബ്രാൻഡുകളുടെ കുപ്പികളിലും കടത്തുന്നുണ്ട്. കണ്ടെയ്നറുകളിൽ വിദേശ സിഗരറ്റ് കടത്തും വ്യാപകമാകുന്നുണ്ട്. കണ്ടെയ്നറുകൾ പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്കോ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകളിലേക്കോ തിരിച്ചുവിടുകയും അവിടെ എത്തും മുൻപ് സിഗരറ്റ് പാക്കറ്റുകൾ മാറ്റുകയും ചെയ്യുന്നു. സിഗരറ്റ് കടത്തു പിടിച്ചാൽ കൊണ്ടുവന്ന രാജ്യത്തേക്ക് തിരികെ കയറ്റുമതി ചെയ്യുന്നതായി വ്യാജരേഖയുണ്ടാക്കുകയും സിഗരറ്റുകൾ ഇവിടെ തന്നെ വിൽക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. ഗ്ലാസ് ടംബ്ലറിന് കേടുപറ്റാതിരിക്കാൻ വെച്ച തെർമോക്കോളിനകത്ത് കൊക്കെയിൻ കടത്തിയിട്ടുണ്ട്. വിമാനത്താവളം, പാഴ്സലുകൾ, കണ്ടെയ്നർ എന്നിവ വഴിയുള്ള ലഹരിക്കടത്ത് വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലേക്ക് കൊക്കെയിൻ, മെതാംഫിറ്റമിൻ എന്നിവയുടെ കടത്ത് വർദ്ധിക്കുന്നുണ്ട്. 2022-23 DRI മാത്രം 131 കേസുകളിലായി 27,617 കിലോഗ്രാം ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 24,888 കിലോഗ്രാം കഞ്ചാവ്, 1,410 കിലോഗ്രാം ഹെറോയിൻ, 98.20 കിലോഗ്രാം കൊക്കെയിൻ തുടങ്ങിയവ പിടിച്ചെടുത്തു. ഇതേ കാലയളവിൽ കസ്റ്റംസ് പിടിച്ചെടുത്തത് 1.07 ലക്ഷം കിലോഗ്രാം ലഹരി മരുന്നുകളാണ്. ഇതിന്റെ മൂല്യം 17,255 കോടി രൂപ വരും. അതേസമയം ക്യാപ്സ്യൂൾ രൂപത്തിൽ വിഴുങ്ങി 30 കോടിയുടെ കൊക്കെയിൻ കൊച്ചിയിൽ എത്തിച്ച കേസിൽ ടാൻസാനിയൻ യുവതിയുടെ അറസ്റ്റ് DRI രേഖപ്പെടുത്തി. ടാൻസാനിയക്കാരി വെറോനിക്ക അഡ്രഹലം നിഡുങ്കുരുവിന്റെ അറസ്റ്റാണ് DRI രേഖപ്പെടുത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയുടെ വയറ്റിൽ നിന്ന് 90 കൊക്കെയിൻ ക്യാപ്സ്യൂളുകളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ആഴ്ച നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ വെറോനിക്കയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ DRI കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ശരീരം സ്കാൻ ചെയ്തപ്പോഴാണ് വയറിനുള്ളിൽ കൊക്കെയിൻ ക്യാപ്സ്യൂളുകൾ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത്. വെറോനിക്കയുടെ സഹയാത്രികനായിരുന്ന ടാൻസാനിയൻ പൗരൻ ഒമരിയിൽ നിന്ന് 19 കോടി രൂപ വില വരുന്ന 1,945 ഗ്രാം കൊക്കെയിനാണ് കണ്ടെത്തിയത്. ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വെറോനിക്കയുടെ വയറ്റിലുണ്ടായിരുന്ന കൊക്കെയിൻ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയാതിരുന്നതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തൽ വൈകിയത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് കൊക്കെയിൻ വയറ്റിൽ സൂക്ഷിച്ചിരുന്നത്. DRI ഉദ്യോഗസ്ഥർ പഴങ്ങളും മറ്റും നൽകി ദിവസങ്ങളോളം കാത്തിരുന്ന ശേഷമാണ് വിസർജ്യത്തിലൂടെ കൊക്കെയിൻ ക്യാപ്സ്യൂളുകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. വയറിനുള്ളിൽ വെച്ച് ക്യാപ്സ്യൂൾ പൊട്ടിയാൽ ഇവരുടെ ജീവൻ പോലും അപകടത്തിലാകും എന്ന ഭീഷണിയും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. 1,300 ഗ്രാമിലേറെ കൊക്കെയിനാണ് വെറോനിക്കയുടെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത്. സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇവരുടെ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം DRI സംഘം കോടതിയിൽ ഹാജരാക്കിയത്. അങ്കമാലി കോടതി 2 ആഴ്ചത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നും DRI ഉദ്യോഗസ്ഥർ സൂചന നൽകി. കോടികൾ പ്രതിഫലമായി കിട്ടും എന്നതിനാലാണ് ജീവൻ പോലും പണയം വെച്ചുള്ള ലഹരി കടത്തിന് തയ്യാറായതെന്നാണ് ഇവർ DRIക്ക് നൽകിയ മൊഴി.